നിമിഷങ്ങൾ കടന്നു പോകവേ അവളുടെ ചുണ്ടിൽ നിന്നും അവൻ തന്റെ ചുണ്ടിനെ വേർപെടുത്തി. അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടി കാന്താരി, നിനക്കെന്നോട് ദേഷ്യമാണോ? അവനൊരു ചിരിയോടെ അവളോട് ചോദിച്ചു. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്താ പ്രശ്നം? അവൾ തിരികെ അവനോട് ചോദിച്ചു. അപ്പോഴും അവളുടെ മേലെ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു അവൻ. ഇതൊക്കെ ടോർച്ചറാണോ മോളെ? എന്റെ പുലിക്കുട്ടിയെ ഞാനൊന്ന് സ്നേഹിച്ചതല്ലേ? അവൻ കള്ളച്ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു. എന്നെ ഒന്ന് വെറുതെ വിടുവോ? അവൾ അവന്റെ കയ്യിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ കൈ അങ്ങനെ തന്നെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് എന്നോടുള്ള ദേഷ്യവും വെറുപ്പും പിണക്കവും ഒക്കെ മാറിയെന്ന് പറ. അപ്പോൾ ഈ ചായം വിടാം, അതല്ലാതെ ഞാൻ മാറാൻ പോകുന്നില്ല. അവനും അവളോട് പറഞ്ഞു. അതിനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങളത് പ്രതീക്ഷിക്കുകയും വേണ്ട. എന്നെ വിശ്വാസമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. എനിക്ക് വേണ്ടാതാനും. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു. അത് കേട്ടതും അവന്റെ മുഖമൊന്ന് മാറി. അവിടെ വിഷമം പോലെ എന്തോ ഒരു വികാരം വന്നു. അവൾക്കത് മനസ്സിലായെങ്കിലും അത് കാണാത്തതുപോലെ തന്നെ അവൾ നടിച്ചു. ഋഷു, അവൻ എന്തോ അവളോട് പറയാനായി തുടങ്ങി. പ്ലീസ് ലീവ് മീ. ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിനും ശല്യം ചെയ്യാൻ വന്നില്ലല്ലോ. എന്നെ ഒന്ന് വെറുതെ വിടുവോ? അവൾ വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവന്റെ കൈകൾ അയഞ്ഞു. അവൻ അവളുടെ പുറത്തു നിന്നും മാറി. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൾ ആ മുറിയിൽ നിന്നും പോയിരുന്നു. ക്രിസ്റ്റിക്ക് എന്തോ വല്ലാതെ തോന്നി. എനിക്കവളെ വിശ്വാസമില്ലെന്നല്ലേ അവൾ പറഞ്ഞത്? എടുത്തു ചാടി അവളോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. അവളാണെങ്കിൽ കൂളായിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. അവൾ ചെന്നപ്പോൾ ബെന്നി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ? അവളെ കണ്ടതും ബെന്നി അവളോട് ചോദിച്ചു. കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോകാം സർ, അവൾ പറഞ്ഞുകൊണ്ട് ബെന്നിയുടെ മുൻപിലേക്കിരുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റിയും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നിരുന്നു. അവൻ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടതും ബെന്നി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവന്റെ മുഖത്ത് ബെന്നിയെ കണ്ടപ്പോൾ ദേഷ്യമാണോ അതോ അവൾ പറഞ്ഞതിന്റെ സങ്കടമാണോ എന്നറിയാത്തൊരു വിഷമമായിരുന്നു. ക്രിസ്റ്റി താഴേക്ക് ഇറങ്ങി വന്നതും അവര് രണ്ടുപേരെ മൈൻഡ് ചെയ്യാതെ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ആന്റി, ഞാൻ ഇറങ്ങുവാട്ടോ. അടുക്കളയിലുണ്ടായിരുന്ന അവളുടെ മമ്മിയെ നോക്കി അവൻ പറഞ്ഞു. അതെന്താ ഇത്ര പെട്ടെന്ന്? അവർ തിരികെ അവനോട് ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു. ആൽവിക്കുള്ള ചായ കൊടുക്കുകയായിരുന്നു അവളുടെ മമ്മി. അങ്കിൾ. ആൽവി അവനെ കയ്യാട്ടി വിളിച്ചു. അവൻ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു. ആൽവി അവന്റെ മുഖം താഴ്ത്തി കൊടുക്കാൻ ആക്ഷൻ കാണിച്ചു. ക്രിസ്റ്റി അതുപോലെ തന്നെ ചെയ്തതും ആൽവി അവന്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. ക്രിസ്റ്റി തിരികെ അവനെ ചുംബിച്ചു. ക്രിസ്റ്റി, അവളുടെ മമ്മി വിളിച്ചതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അവളുമായിട്ടുള്ള പിണക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അവൾ എന്തെങ്കിലും പറഞ്ഞോ? അവന്റെ മുഖം കണ്ടവർ സംശയത്തോട് ചോദിച്ചു. ഏയ്, തെറ്റ് എന്റെ ഭാഗത്ത് ആന്റി. ഞാനാണ് എടുത്തു ചാടി ഓരോന്ന് പ്രവർത്തിച്ചത്. സാരമില്ല, എല്ലാം ശരിയാകും. ഞാനെങ്കിൽ ഇറങ്ങുവാ. അവൻ അവരെ നോക്കി പറഞ്ഞതും അവരൊന്നും തന്നെ മിണ്ടിയില്ല. അവൻ അവരെ ഒന്ന് നോക്കിയതിനു ശേഷം അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് നടന്നു. അവന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവ ഹാളിലേക്ക് ചെന്നതും ബെന്നിയുടെ മുഖത്തേക്കാണ് നോക്കിയത്. ബെന്നി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ക്രിസ്റ്റി മനസ്സില്ലാ മനസ്സോടെ തിരികെയും. സാർ പോകുവാണോ? ബെന്നി സംശയത്തോട് ചോദിച്ചു. ആ, അതെ. അവളെ ഒന്ന് നോക്കാതെ അവൻ ബെന്നിയെ നോക്കി മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാനും ഇറങ്ങുവാ. അതും പറഞ്ഞ് ബെന്നി അവിടെ നിന്നും എഴുന്നേറ്റു. ബെന്നി സാർ എന്തിനാ ഇപ്പോഴേ പോന്നേ? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുക. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അത് കേട്ടതും ക്രിസ്റ്റി ഒന്ന് നിന്നു. എന്നോടാണെങ്കിൽ അവൾ ഒന്നും മിണ്ടുന്നത് കൂടിയില്ല. ബെന്നി പോകുവാണെന്ന് പറഞ്ഞപ്പോ ഉടനെ പോകേണ്ട എന്ന് പറയുന്നു. ക്രിസ്റ്റിക്ക് ആകെ സങ്കടം തോന്നി. അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. കാർ എടുത്തുകൊണ്ട് തിരികെ പോയിരുന്നു. അവൻ പോയതും ഋഷുവിന്റെ മുഖം മാറി. അവളുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു. നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? സാർ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം സോൾവായി കാണുമെന്ന്. ബെന്നി അവളെ നോക്കി പറഞ്ഞു. ഇല്ല, ഒന്നും സോൾവ് ആയിട്ടില്ല. പെട്ടെന്ന് സോൾവ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതുമില്ല. അവൾ തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഋഷികയല്ലേ എന്നോട് പറഞ്ഞത് തനിക്ക് ക്രിസ്റ്റി സാറിനെ ഇഷ്ടമാണെന്ന്? പിന്നെന്തിനാ ഈ പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നേ? അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. എനിക്ക് ഇച്ചായനോട് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. പിന്നെ ചെറിയൊരു പരിഭവമുണ്ട്. എന്നെ മനസ്സിലാകാതെ എന്നോട് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് വിട്ടുകൊടുത്താൽ അത് ശരിയാവില്ല. കുറച്ചു കഴിയട്ടെ, എല്ലാം ശരിയാക്കാം. അവളൊരു പുഞ്ചിരിയോടെ ബെന്നിയോട് മറുപടി പറഞ്ഞു. അവിടെ നിന്നും ഇറങ്ങിയ ക്രിസ്റ്റി നേരെ പോയത് വീട്ടിലേക്കാണ്. അവന്റെ മമ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അവൻ. അവരവന്റെ തലയിൽ തലോടി കൊടുക്കുന്നുണ്ട്. എന്താടാ ചെക്ക നിനക്ക് പറ്റിയത്? അവൾ അങ്ങനെയൊക്കെ പെരുമാറിയത് നിന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടല്ലേ? അവന്റെ തലയിൽ തലോടുന്നതിനിടയിൽ അവർ സംശയത്തോടെ അവനോട് ചോദിച്ചു. മമ്മി, ഞാൻ അവളെ അവോയ്ഡ് ചെയ്തിരുന്നപ്പോൾ അവൾ ഇങ്ങനെയായിരിക്കും വിഷമിച്ചിരുന്നത് അല്ലേ? വല്ലാത്തൊരു സങ്കടാ. അവളെ അവോയ്ഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ അതൊക്കെ വല്ലാതെ ആസ്വദിച്ചിരുന്നു. പക്ഷെ ഇന്ന് തിരിച്ച് എൻ്റെ നേർക്ക് അത് വന്നപ്പോഴാ അത് എത്രമാത്രം സങ്കടമാണെന്ന് എനിക്ക് മനസ്സിലായത്. സാരമില്ല, ഞാനും ഒരുപാട് അവളോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ട്.
അതുകൊണ്ട് ഞാൻ വിഷമിക്കട്ടെ എന്ന് അവളും കരുതി കാണും അല്ലേ? ഒരു റിവഞ്ച് തീർക്കുന്നത് പോലെ. അവനൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി. അത് കേട്ടതും അവർക്കും വിഷമം വന്നു. നമ്മുടെ കൊച്ചല്ലേടാ അവള്. അവരവനെ നോക്കി പുഞ്ചിരിച്ചു. അതെ, എന്റെ കൊച്ചാ അവള്. അവൻ നെഞ്ചിൽ തടവിക്കൊണ്ട് അവരോട് മറുപടി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? അവർ ചോദിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി. നീ എന്തിനാ ശരിക്കും അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? കുഞ്ഞുനാളിൽ നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. നമ്മുടെ ഇസുമോളെ മാൽവിയും കാണുമ്പോൾ, അവരുടെ വഴക്കൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, കുഞ്ഞുനാളിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ആൽവി കാണിക്കുന്നത് പോലെ നീ അവളെ ഇങ്ങനെ ഞോണ്ടിയിരിക്കും. അവളാണെങ്കിൽ തിരിച്ച് നിന്നെ അടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യും. പിന്നെ എപ്പോഴാ നീ അവളെ ഇങ്ങനെ മാറ്റി നിർത്താൻ തുടങ്ങിയത്? അവർ തിരികെ അവനോട് ചോദിച്ചു. അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. മമ്മി, ഒരു പ്രായം മുതലേ എനിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു, അവളെ ഞാൻ കാണുന്നത് ഒരു കൂട്ടുകാരിയുടെ സ്ഥാനത്തല്ലെന്നും അതിനു മുകളിൽ എൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനമുണ്ടെന്നും എനിക്ക് മനസ്സിലായി. പിന്നെ അത് എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അവൾ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെച്ചു. ആരോടും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അവളെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. കുറേ കഴിഞ്ഞ് അവൾ കോളേജിലൊക്കെ പഠിക്കാനായപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ ഉള്ളിൽ ഞാനാണെന്ന്. എന്നെ അവളും അതുപോലെ പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ എനിക്കൊരു കുസൃതി തോന്നി. എന്നോടുള്ള അവളുടെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്കൊന്ന് പരീക്ഷിക്കണമായിരുന്നു. എന്നോട് അവൾക്ക് തോന്നിയ ഇഷ്ടം ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും അവൾ എന്നെ വിട്ടുപോകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഓരോ തവണ അവൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ഞാൻ അവളെ അവോയ്ഡ് ചെയ്തത്. എനിക്ക് അവളെ ഇഷ്ടമല്ലാത്ത രീതിയിൽ അവളോട് പെരുമാറിയത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവൾക്കൊരു സൂചനയൊക്കെ കൊടുക്കും, അവൾ എൻ്റെയാണെന്ന് അറിയിക്കാൻ വേണ്ടി. അത് പിന്നെ എനിക്കൊരു ഹരമായി. അവളുടെ മുൻപിലും മറ്റുള്ളവരുടെ മുൻപിലും അവളോട് ദേഷ്യം അഭിനയിച്ച് പ്രാണനെ പോലെ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു ഞാൻ അവളെ. ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, എൻ്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം അവൾ മറ്റൊരാളെ പ്രേമിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. വേറെ ഒരാളും അവളെ വിവാഹവും കഴിക്കില്ല. അവൻ പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ എന്തിനാ നീ അവൾ അയാളോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ ഒന്നും നോക്കാതെ അവളെ തല്ലിയത്? അതല്ലേ അവൾക്ക് ഇത്രയും വിഷമമുണ്ടാകാൻ കാരണം? അവർ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് പിന്നെ അത്ര സ്വാതന്ത്ര്യത്തോടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അവളിൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഒരിക്കലും ബെന്നി എനിക്ക് തെല്ലാൻ പറ്റില്ല. അത് പിന്നെ വലിയൊരു പ്രശ്നമാകുമെന്ന് എനിക്കറിയായിരുന്നു. അവളാകുമ്പോൾ പക്ഷെ തെറ്റായിപ്പോയി. ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ചെയ്തത്, അവൻ വിഷമത്തോടെ അവരോട് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നിന്റെ തീരുമാനം? ഇന്ന് ചെന്ന് സംസാരിച്ചിട്ടും അവൾ ഒന്നും മറക്കാനും പൊറുക്കാനും തയ്യാറായില്ലല്ലോ. അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനിയിപ്പോൾ എന്താ, എന്നോടുള്ള ദേഷ്യം പൂർണ്ണമായിട്ട് മാറുന്നത് വരെ അവൾ അങ്ങനെ തന്നെ എന്നോട് പെരുമാറട്ടെ. അത് മാറാൻ വേണ്ടി ഞാൻ അവളുടെ കാല് പിടിച്ചുകൊണ്ടേയിരിക്കും. അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് അവരും ചിരിച്ചു. ഞാൻ കാല് പിടിക്കുന്നത് പറഞ്ഞത് കേട്ടാണോ മമ്മി ചിരിക്കുന്നത്? അവരങ്ങനെ ചിരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു. അല്ല മോനെ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നിന്റെ വല്ലിപ്പച്ചനുണ്ടല്ലോ, ആരുടെ മുൻപിലും ഒന്നിനു വേണ്ടിയും തോൽക്കാത്തവനായിരുന്നു. നിന്റെ പപ്പ എന്നെ കെട്ടി ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് വല്ലിപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു. കാര്യം എൻ്റെ അമ്മായിപ്പനൊക്കെ ആണെങ്കിലും ഇവിടെ ആരും അപ്പച്ചൻ്റെ മുൻപിൽ പോയി നിന്ന് വർത്തമാനം പറയില്ല. പുലിക്കളത്തിലെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ നാട് മൊത്തം വിറയ്ക്കും. പക്ഷെ വല്ലിപ്പച്ചൻ കീഴടങ്ങുന്ന ഒരാളുണ്ട്. അവർ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതാരാ? ആരെയാ വല്ലിപ്പച്ചൻ പേടിച്ചിരുന്നത്? അവൻ സംശയത്തോട് ചോദിച്ചു. നിന്റെ വല്ലിമ്മച്ചിയെ. ഈ നാട് മുഴുവൻ വെറുപ്പിച്ചിരുന്ന നിന്റെ വല്ലിപ്പച്ചൻ ആകെ കീഴടങ്ങുന്നത് അമ്മച്ചിയുടെ മുൻപിലായിരുന്നു. അമ്മച്ചിയോ വെറും ഒരു പാവം. ഞങ്ങൾ മക്കളെ മരുമക്കളെയും ഒരുപോലെ കാണും. ഒരു വേർതിരിവ് മരിക്കുന്നത് വരെ വല്യമ്മച്ച് കാണിച്ചിട്ടില്ല. നിങ്ങൾ 3 പേരും ഇങ്ങനെ പെമ്പിള്ളേരുടെ മുൻപിൽ കീഴടങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വല്യപ്പച്ചനെ ഓർക്കും. അവർ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ഞങ്ങളും വല്യപ്പച്ചനെ പോലെയാണെന്നാ മമ്മി പറയുന്നത് അല്ലേ? അവനും തിരികെ ചോദിച്ചു. അതെ, അവർ മറുപടി പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി അങ്ങനെ സംസാരിച്ചിരുന്നതും ചാർലിയും റയാനും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. നീ എപ്പോൾ വന്നു? ചാർലി മുണ്ട് മടക്കി കുത്തി ചോദിച്ചു. കുറച്ചു നേരമായി. ഞാൻ വന്നപ്പോൾ മമ്മി ഇവിടെ ഇരിക്കുന്ന കണ്ടു. തലയ്ക്ക് വല്ലാത്തൊരു വേദന തോന്നി. അപ്പോൾ മമ്മിയെ കൊണ്ടൊന്ന് മസാജ് ചെയ്യിപ്പിക്കാമെന്ന് കരുതി. ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് അവരുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. നീ പോയ കാര്യം എന്തായി? ചാർലി വീണ്ടും ചോദിച്ചു. എന്താവാൻ, പെണ്ണടങ്ങുന്ന പ്രശ്നമില്ലടാ. തെറ്റ് നമ്മുടെ ഭാഗത്തായി പോയില്ലേ? ക്ഷമിച്ച് നിന്നല്ലേ പറ്റുള്ളൂ. ക്രിസ്റ്റി അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇത്രയും നാളും നീ അവളെ പുറകിൽ നടത്തിച്ചതല്ലേ, അതിൻ്റെയും കൂടി അവളെ തീർക്കും. റയാൻ ചിരിച്ചു. നീയാണോ അവൾക്ക് ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവരുടെ മമ്മി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആ, ഇനി പിന്നെ അങ്ങനെ പറ. അവളെന്നെ വിളിച്ചിട്ട് 2 ദിവസമായി. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് അറിയോ? റയാൻ അവരെ നോക്കി ചോദിച്ചു. അപ്പോഴേക്കും മിസുവിനെയും കൊണ്ട് റിയയും ഷീതുവും അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ എന്ന പോലെ അവിടെ തന്നെ ഇരുന്നു. നിങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കേട്ടതും ക്രിസ്റ്റി അവനെ നോക്കി ചിരിച്ചു. എല്ലാവരും സംശയത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. ഇവനും അവളും കൂടി എന്നെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു പ്ലാൻ. രണ്ടും കൂടി പ്രേമമാണെന്നുള്ള രീതിയിലാണ് എന്നോട് ഒരു ദിവസം പെരുമാറിയത്. എനിക്ക് ആദ്യം ചെറിയൊരു ഡൗട്ട് തോന്നി, പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെയാ ചേട്ടായിക്ക് മനസ്സിലായത്?
റയാൻ അവനോട് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം, അവൻ പറഞ്ഞുകൊണ്ട് റിയയുടെ മുഖത്തേക്ക് നോക്കി. റയാനാണെങ്കിൽ നെറ്റി ചുളിച്ചതും ക്രിസ്റ്റി അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അവളെ വേണം. ക്രിസ്റ്റി എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു. നാളെ ക്രിസ്മസിന് അവൾ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നേ, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ചാർലി ചിരിച്ചു. അതെ, ഞാനും അത് പ്രതീക്ഷിച്ച് തന്നെയായിരിക്കുന്നത്. ഇന്ന് ഞാനൊന്ന് വിട്ടുകൊടുത്തത് അവൾക്ക്, പക്ഷെ നാളെ അതിനി ഉണ്ടാവില്ല. രണ്ടിലൊന്ന് തീരുമാനമാക്കിയിട്ടേ അവളും നാളെ ഇവിടെ നിന്നും പോകുള്ളൂ. ക്രിസ്റ്റി എന്തോ ഓർത്തതുപോലെ അവരെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിച്ചു. ബെന്നിയും പോയതും ഋഷു തന്റെ മുറിയിലേക്ക് വന്നു. ക്രിസ്റ്റിയുമായി കഴിഞ്ഞ നിമിഷങ്ങൾ മനസ്സിലേക്ക് വന്നതും അവൾ റൂമിൽ തുള്ളിച്ചാടി. പിന്നെ നേരെ പോയി അലമാരിയുടെ മുൻപിൽ നിന്നു. ചൂണ്ടുവിരൽ കൊണ്ട് തന്റെ ചുണ്ടിലൊന്ന് തൊട്ടു. കടുവ, അവൾ ചിരിച്ചു. ഇങ്ങേർക്ക് ഇത്ര ആക്രാന്തം ഉണ്ടായിരുന്നോ? നേരെ ചൊവ്വയായിരുന്നെങ്കിൽ ഞാനും അങ്ങോട്ട് കൊടുത്തേനെ. ഇതെന്നെ വിഷമിപ്പിച്ചതുകൊണ്ടല്ലേ, കുറച്ച് പുറകെ നടക്കട്ടെ. അവൾ അലമാരയുടെ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു. എന്റെ മാതാവേ, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇച്ചായൻ കിസ് ചെയ്യൂന്ന്. ഹോ, ആ കിസ് കിട്ടിയപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. ബട്ട് അങ്ങയുടെ മുൻപിൽ വെച്ചത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാ പെട്ടെന്ന് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇനി നാളെ ചെല്ലുമ്പോഴും ഈ ദേഷ്യം ഇതുപോലെ നിർത്താൻ എന്നെ ഹെൽപ്പ് ചെയ്യണേ മാതാവേ. വിട്ടുകൊടുക്കല്ലേ, കുറച്ച് പുറകെ വരട്ടെ കടുവ, എന്നിട്ട് ക്ഷമിച്ചു കൊടുക്കാം. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു.